ഇന്നലെ നടന്ന PSC പരീക്ഷ സീമാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് PSC നടത്തിയ പരീക്ഷയിൽ നമ്മൾ നോക്കുന്നത് കണക്കിൻ്റെ ഭാഗമാണ്. കണക്ക് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതും അതിൻ്റെ ആൻസർ കീ മാത്രമല്ല, അതെങ്ങനെയാണ് അതിൽ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി വിലയിരുത്തുന്നത്, കൃത്യമായി അനലൈസ് ചെയ്യുന്നത്. അതിൽ 81ാമത്തെ ചോദ്യം 213 ഘാതം 8, 213⁸8. അതിൽ 213⁸8 ഇതിൻ്റെ ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏത് വരും എന്നാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 213 എന്നാണ്, തീർച്ചയായിട്ടും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 3 അപ്പൊ ഈ 3ന്റെ പിന്നെ റേസ്ഡ് പവറുകൾ എങ്ങനെ വരും? 3ന്റെ പവറുകൾ 3 × 1 ആണെങ്കിൽ 3 തന്നെയാണ്, 3 × 2 ആണെങ്കിൽ 9 3 × 3 ആണെങ്കിൽ 27. അപ്പൊ നമുക്കത് ഒരു കാര്യം കിട്ടും, അത് 3 വരാം ഒറ്റയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ 9 വരാം, അല്ലെങ്കിൽ 7 വരാം, അല്ലെങ്കിൽ 3 × 4 എന്ന് പറയുന്നത് 81 1 വരാം. പിന്നെ 81നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ വീണ്ടും 243-ന് 3 വരും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 3, 9, 7, 1 എന്നിവ തന്നെ വരുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, ഇത് പവർ 1, ഇത് പവർ 2, ഇത് പവർ 3, ഇത് പവർ 3 × 4ന്റെ ഒറ്റയുടെ സ്ഥാനത്താണ് 1. ഇനി 5 3 × 5ന്റെ ഇതിലെന്ത് വരും? ഇവിടെ വരും, 3 വരും. 3 × 6 ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 9 വരും. 3 × 7 ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 7 വരും. 3 × 8 ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. അപ്പൊ അതിന്റെ ഉത്തരം 1 എന്നുള്ളതാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. 3, 9, 7, 1 ഇങ്ങനെ പിന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിന്റെ പിന്നെ പവറുകൾ. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾക്ക് നോക്കുന്നത്. 3 × 9 തീർച്ചയായിട്ടും ഏത് വരും? 3 വരും. അങ്ങനെ 3 × 10 ആണെങ്കിൽ 9, അങ്ങനെ 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 പോകും. അപ്പൊ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ പഠിച്ചു വെക്കുക 3ന്റെ പവറുകൾ, 3⁻3ന്റെ ഘാതങ്ങളൊക്കെ ഈ ഇതിലാണ്. 3, 9, 7, 1 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുക എന്നുള്ള ഓർമ്മയിൽ വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. അടുത്തത് 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ. 24, 15, 36 ഇതുകൊണ്ട് 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. 4 അക്ക സംഖ്യ ആയിരിക്കണം, ഏറ്റവും വലുതുമായിരിക്കും. അതിന് 4 നമുക്ക് 4 ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. ഇനിയുള്ള പ്രശ്നം എന്താ? 24, 15, 36 ഇതിന്റെ ലസാഗു എത്രയാണ്? അതിന്റെ ലസാഗു 360. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പൊ 360ന്റെ ഗുണിതമായിരിക്കണം, അത് നിർബന്ധം. അപ്പൊ 360ന്റെ ഗുണിതങ്ങൾ നമുക്ക് ഓരോന്നും നോക്കുകയാണെങ്കിൽ 360ന്റെ ഗുണിതം ആയതുകൊണ്ട് പിന്നെ ഉത്തരത്തിൽ അവസാനം 0 വരണം. അങ്ങനെ വരുള്ളൂ. 0 അത് പറഞ്ഞല്ലോ, അതിന്റെ അതൊക്കെ 0 വരുള്ളൂ. അപ്പൊ 0 വരുന്ന ഏതൊക്കെയുള്ളൂ? 9720, 9970, 9999. ഇനിയോ? ഇനി ഇതില് നമുക്ക് 360ന്റെ ഗുണിതമാകാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോ നമുക്ക് 360 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 9990 9990നെ 360 കൊണ്ട് ഹരിക്കുമ്പോൾ അതാ 0 വെട്ടിപ്പോകും. പിന്നെ 999 36. അപ്പൊ 999നെ 36 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ, ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ ഒരിക്കലും അത് കഴിയില്ല. പിന്നെ നമുക്ക് ഏതാ വരുന്നത്? 9970. അതും കഴിയില്ല. 36 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ 360 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് ഏതേ ഉള്ളൂ? 9720 ഉള്ളൂ. 9720 എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് ഏകദേശം ഒന്ന് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടും. ആ രീതിയിൽ അതിനെ ചെയ്യാം.
അടുത്തത് 527.864 എന്ന ദശാംശ സംഖ്യയിൽ 1/100 ഉണ്ട്. എത്ര 1/100 ഉണ്ട്? നമുക്ക് സംഖ്യ ഒന്ന് എഴുതി നോക്കാം. എന്താണ് സംഖ്യ? 527.864. നമുക്കറിയാം ഇത് 100ന്റെ സ്ഥാനമാണ്, ഇത് 10ന്റെ സ്ഥാനമാണ്, ഇത് ഒറ്റയുടെ സ്ഥാനമാണ്. ഈ പോയിന്റ് കഴിഞ്ഞാലോ ഇത് 1/10ന്റെ സ്ഥാനമാണ്, ഇത് 1/100ന്റെ സ്ഥാനമാണ്, ഇത് 1/1000ന്റെ സ്ഥാനമാണ്. അങ്ങനെയാണ് ഇത് നേരെ ഇതില് 1/1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ടുള്ളത് അങ്ങോട്ടും അത്രയും. അപ്പൊ നമുക്ക് എന്താണ് 1/100ന്റെ സ്ഥാനത്തുള്ളത് ഏതാ? 6ആണ്. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 6 എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് എന്താ? 7/1/2ന്റെ 5/1/4 മടങ്ങ്. ഇത് പല രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ 7/1/2 വേണമെങ്കിൽ വിഷമഭുജമാക്കി അല്ല വിഷമ ഭിന്നമാക്കിയിട്ട് 5/4നെയും വിഷമ ഭിന്നമാക്കിയാൽ 7/1/2 എന്നുള്ളത് എന്ത് കിട്ടും? 15/2 എന്ന് കിട്ടും. ഇത് 21/4 എന്ന് കിട്ടും. 15നെ 21 കൊണ്ട് ഗുണിക്കുക, 2നെ 4 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 315/8 എന്ന് കിട്ടും. 21 20 15 300 315/8 എന്ന് കിട്ടും. 315നെ 8 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 1 കിട്ടും. അല്ലെങ്കിലോ ഇത് ഒരു മെത്തേഡ്. ഇത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 7 പ്ലസ് ആരെയാണ് 7 ഇൻറ്റു 5 പ്ലസ് 1/4 5/1. അപ്പൊ എങ്ങനെ കിട്ടും? 7 × 5 35. പിന്നെയോ 7 × 1/4 1/4 4 കൂടിയ 1 പിന്നെ ഒരു 3 കൂടി ഉണ്ട്. 3 കൂടി എത്രയും 3/4. അപ്പൊ എത്രയായി? 1/3. 1/3 നമ്മൾ എങ്ങനെ പറയും? 1.75 എന്ന് പറയാം. 1.75 എന്ന് പറയാം. ഇനി എങ്ങനെയാ? 1/2 × 5 എത്രയാ? 1/2 × 5 പറഞ്ഞാൽ 2.5. 2.5 എന്ന് പറഞ്ഞാൽ 2.5. പിന്നെയോ 1/2 × 1/4. 1/2 × 1/4 1/8. 1/8 എങ്ങനെ പറയാം? 1/8 0.125. കാലാണെങ്കിൽ 0.25, അരയാണെങ്കിൽ 0.5 എന്നുള്ള രീതിയിൽ 0.125 എന്ന് വരും. ഇപ്പൊ ഉള്ളൊരു പ്രശ്നം എന്താ? സ്ഥാനങ്ങളൊക്കെ അവിടെ ഇവിടെ കിടക്കുകയാണ്. അപ്പൊ നമ്മള് ഇവിടെ 3 ഉണ്ടായതുകൊണ്ട് ഇവിടെ 2 ചേർത്തു, ഇവിടെ 2 7 1 കൂടി ചേർത്തു, ഇവിടെ 3 ചേർത്തു. എന്നിട്ടാണ് കൂട്ടിയാൽ മതി. കിട്ടും 5 പിന്നെ 5 2 5 7 1 5 6 7 13 3 1 2 3 3 1 4 5 9 39.375 എന്ന് കിട്ടും. 115 8 കൊണ്ട് വെച്ചാൽ അങ്ങനെ കിട്ടും. കുഴപ്പമില്ല. ഇനിയോ ഇതല്ലെങ്കിൽ മൂന്നാമത്തെ വഴിയുണ്ട്. എന്താ? 7 1/2 എന്ന് പറഞ്ഞാൽ 7.5 5/1/4 എന്ന് പറഞ്ഞാൽ 5.25 7.5നെ 5.25 കൊണ്ട് ഗുണിക്കുക. അത് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 39.375 ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇത് ഗുണിക്കാൻ അറിയാം. പോയിന്റ് ഇല്ലാന്ന് വിചാരിച്ച് 75ന് 525 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം 3 സ്ഥാനം നീക്കി കൊടുത്താൽ ഓക്കെ. ഏത് രീതിയിലും നമുക്ക് 2 രീതിയിൽ എങ്ങനെ ചെയ്താലും നമുക്ക് ആ ആൻസർ തന്നെ കിട്ടും. ആവശ്യമുള്ള നിങ്ങൾക്ക് ഏതാണ് ഒരു എളുപ്പ വഴി? ഓരോരുത്തർക്ക് ഓരോ വഴിയായി എളുപ്പം. നിങ്ങൾക്ക് ഏതാണോ ഇതിൽ 3ൽ ഏതാണോ എളുപ്പം അത് നിങ്ങൾ ചെയ്യുക. അടുത്തത് 36 × 24 864 എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം 864 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? അയാൾ 0.036 × 2.4. അപ്പൊ 0.036 1 2 3 സ്ഥാനം അവിടെ വരുന്നുണ്ട്.
2.4 ഒരു സ്ഥാനം. അപ്പൊ ഇവിടെ 3ഉം 1 4. അപ്പൊ എന്ത് വരും? 4 സ്ഥാനം നീക്കിയാൽ 1 2 3 4. അപ്പൊ എന്ത് കിട്ടി? എന്ത് കിട്ടി? പൂജ്യം 0.0864. അത്രയേ ഉള്ളൂ. ആ സ്ഥാനം നീക്കുക. ഇവിടെ ഓരോന്നിലുള്ളതിനനുസരിച്ചിട്ട് 3 ആഴ്ചയിൽ എത്ര ആഴ്ചയിൽ നിങ്ങൾ സ്ഥാനം നോക്കിയിട്ട് ചെയ്താൽ മതി. അത് ആദ്യത്തേല് 3, പിന്നത്തേല് 1, 3 3 4. 4 സ്ഥാനം നീക്കുക. 1 2 3 4. ആ സ്ഥാനം നീക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. അടുത്തെന്താ? 75ന്റെ 20%, 180ന്റെ 45%. 75ന്റെ 20%. 75ന്റെ 20%, 75 × 20/100. 75 20/100 ആണ് 1/5. 75ന്റെ 1/5 എത്രയാ എന്ന് പറഞ്ഞാൽ 75 ഹരിക്കണം 5 എത്രയാ? 15. 75 × 1/5 എന്ന് പറഞ്ഞാൽ അത് 15ആണ്. അപ്പൊ അതിന്റെ ആൻസർ 15 എന്ന് കിട്ടി. ഇനി മറ്റാളോ? 180ന്റെ 45%. 180ന്റെ 45% എന്ന് പറയുമ്പോൾ നല്ലത് എന്താ? 180ന്റെ 50% എത്ര? പകുതി 90ആണ്. ആ 90ന് എത്ര കുറവുണ്ട്? 5% കുറവുണ്ട്. 50% 90 ആണെങ്കിൽ 50% 90 ആണെങ്കിൽ 5% 9ആണ്. 50ഉം 5ഉം തമ്മിലുള്ള ഒരു 0ന്റെ വ്യത്യാസമാണ്. 5ന്റെ 10 ഇരട്ടിയാണ് 50. അപ്പോ ഇത് 50% 90 ആണെങ്കിൽ 5% 9. ആ 9 ഏതെന്ന് കുറയണം? ഈ 90 കുറയണം. 50%ആണ് 90. നമുക്ക് 45% വേണ്ടു. അപ്പൊ 5% കുറയ്ക്കണം. അപ്പൊ 90ന്ന് 9 കുറച്ചാൽ 81 എന്ന് കിട്ടി. അപ്പൊ 180ന്റെ 45% എന്ന് പറഞ്ഞാൽ 81ആണ്. പിന്നെ 75ന്റെ 20% എന്ന് പറഞ്ഞാൽ 15ആണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടുക. 81ഉം 15ഉം. 81 + 15 = 96. ആൻസറായി. അത്രയേ ഉള്ളൂ. പിന്നെ 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ I=PNR വെച്ച് നേരെ അങ്ങോട്ട് ചെയ്താൽ മതി. എന്താ? 30,000 × 10 100 1000 10,000 ഇൻറ്റു 2.5 കൊല്ലം. 2.5 കൊല്ലം എന്ന് പറഞ്ഞാൽ 5/2 ഇൻറ്റു എന്താണ്? 15% എന്ന് പറഞ്ഞാൽ 15/100. അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? 0 0 വെട്ടിക്കഴിഞ്ഞു. ഇനി 2നെയും 300നെയും വെട്ടാം. അപ്പൊ 150 കിട്ടി. 15 × 15 225. 2250. 2250 വീണ്ടും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 11 250 എന്ന് ഈസി ആയിട്ട് ആൻസർ. വേറൊന്നും ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. അടുത്തത് √0.0676 0.26. അതിന്റെ റൂട്ട് അതാണ്. എങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0.26ന്റെ സ്ക്വയർ ആണ്. 0.26ന്റെ സ്ക്വയർ ആണ് എത്ര? ആണ് 0.0676. ഇനിയോ നമുക്ക് കാണേണ്ടതോ 0.026 ആണ്. 0.026ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ 26ന്റെ സ്ക്വയർ 676 നമുക്ക് വ്യക്തമാണ്. അപ്പൊ വെച്ചിട്ട് 676 വെക്കാം. ഇതിൽ പിന്നെ 1 2 സ്ഥാനം ഉണ്ടായതുകൊണ്ട് ഇവിടെ 4 ചേർത്തു. ഇവിടെ 3 ഉണ്ട്. 1 2 3 ഉണ്ട്. 3 ഉണ്ടായതുകൊണ്ട് എത്ര ചേർക്കണം? 6 ചേർക്കണം. അപ്പൊ എത്രയേ ഉള്ളൂ? 1 2 3 ഉള്ളൂ. വീണ്ടും 3 0 ചേർക്കുക. 0.006
0.676 3 പൂജ്യം ഉണ്ടാവും. അതാണ് അതിന്റെ ആൻസർ. അടുത്തത് 72 കിലോമീറ്റർ പെർ മണിക്കൂർ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? അത് നമുക്ക് എങ്ങനെ കിട്ടാം? നമുക്കറിയാം 1 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഏതിനെ കിട്ടിയാലും 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 72നെയും എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിച്ചാൽ 1 4 4 5 20. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ്. ഒന്നും ചെയ്യാല്ല, 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത്, ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു. ശ്രദ്ധിക്കണം, 480 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര നഷ്ടം വന്നു? 120 രൂപ നഷ്ടം വന്നു. അപ്പൊ അതിന്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എത്രയാണ്? ഈ 480 120 കൂടി കൂട്ടണം. അതിന്റെ വില 600 ആണ്. ആ 600 രൂപ വിലയുള്ളത് പിന്നെ 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു. കറക്റ്റായി. ഇനി എന്താ ചോദിക്കുന്നത്? നഷ്ട ശതമാനമാണ് ചോദിക്കുന്നത്. നഷ്ട ശതമാനം കാണാൻ എങ്ങനെയാ? നഷ്ടം ബൈ വാങ്ങിയ വില. നഷ്ടം ബൈ വാങ്ങിയ വില. വാങ്ങിയ വില 600 ഇൻറ്റു 100. അപ്പൊ എന്ത് വന്നു? 100 വെട്ടി 120 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 20%. അത്രേ നമുക്കത് ഈസി ആയിട്ട് കിട്ടും. അടുത്തത് 91ാമത്തെ, 1/3 1/2 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇത് 1/2 1/2 താഴെ ആവണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 1/2 താഴെ ആവണമെങ്കിൽ എന്ത് വേണം? അംശത്തിന്റെ ഛേദത്തിന്റെ പകുതിയിൽ താഴെ ആയിരിക്കണം അംശം. അപ്പൊ ഛേദം 8 ആണെങ്കിൽ അംശം 4ന്റെ താഴെ 3 2 1 ഒക്കെ വരാൻ പാടുള്ളൂ. അപ്പോഴേ 1/2 താഴെയാവുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. 12/15. 15 ആണെങ്കിൽ എത്ര വരാൻ പാടുള്ളൂ? 7.5 വരാൻ പാടുള്ളൂ. 12 വന്നു. 15 ഛേദമാണെങ്കിൽ മാക്സിമം 7.5 വന്നാലേ അരയ്ക്ക് തുല്യാവുള്ളൂ. അപ്പൊ അതിനേക്കാൾ താഴും വേണം. അപ്പൊ ഒന്നും അതല്ല, 5/6 ഒരിക്കലും അല്ല. കാരണം എന്താ? 6ന്റെ പകുതി 3 3/6 അല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെയോ 2/3 ഒരിക്കലും അല്ല. 3ന്റെ പകുതിയാണ് 1.5 വരാൻ പാടില്ല. 2 വന്നു കഴിഞ്ഞു. അപ്പൊ അതുമല്ല. പിന്നെ ഏതാ വരുന്നത്? 5/12. അപ്പൊ 5/12 മാത്രമേ അതിന് ചാൻസ് ഉള്ളൂ, ഉത്തരമാവാൻ സാധ്യതയുള്ളൂ. അത് തന്നെ ഉള്ളൂ. 5/12 കുഴപ്പമില്ല. 12ന്റെ പകുതി 6ആണ്. 6 5 ഉള്ളൂ. അപ്പൊ 1/2 താഴെയാണെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അതാണ് ആൻസർ. ഇനി 0 2 8 14 -34 ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 0 കൂടി 2 കൂട്ടുമ്പോഴാണ് 2 ആവുന്നത്. അത് കഴിഞ്ഞിട്ടോ 6 കൂട്ടിയപ്പോ 8 ആയി. പിന്നെ എന്ത് സംഭവിച്ചു? 6 കൂട്ടി. അത് 2 പ്രാവശ്യം 6 കൂട്ടി. ആദ്യം 2 വരെ വന്നു. അപ്പൊ അതിന് പിന്നെ 2 കൂട്ടി, പിന്നെ 6 കൂട്ടി, പിന്നെ 6 കൂട്ടി. 2 കൂട്ടി പിന്നെ 6 കൂട്ടി. 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 4ആണ്. അപ്പൊ ഇനി ഏതാ കൂട്ടാൻ പാടുള്ളൂ? 10 കൂട്ടാവും. 10 കൂട്ട്. അപ്പൊ 10 കൂട്ടുമ്പോൾ ഇവിടെ എത്ര വന്നു? 24 എന്ന് വന്നു. വീണ്ടും 10 കൂട്ടിയപ്പോൾ 34 എന്ന്. അതായത് 2 പ്രാവശ്യം ഇങ്ങനെ ഒരേ സംഖ്യകൾ കൂട്ടിയിട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോ 2 കൂടി 6 കൂട്ടിയപ്പോൾ 8, 8 കൂടി 6 കൂട്ടിയപ്പോൾ 14. അത് അവിടെ അവസാനിച്ചു. ഇനി എത്ര കൂട്ടാൻ പാടുള്ളൂ? 6 കൂടി 4 കൂടി കൂട്ടിയേ കൂട്ടണം. 6 4 10. പിന്നെ 10 കൂട്ടിയ 24 34. അപ്പൊ ഉത്തരം 24 എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയുള്ളത് എന്താ? ഇനിയുള്ളത് നമുക്ക് ഒരു കോഡാണ്. എന്താണ്? ELF, GLH, ILJ ഇങ്ങനെ പോവാണ്. നമുക്കതിൻ്റെ ഒരു നോക്കിയാൽ എന്ത് കിട്ടും? ഈ കഴിഞ്ഞിട്ട് എവിടെ എത്തി? ജി കഴിഞ്ഞു. അപ്പൊ എഫ് കഴിഞ്ഞു. എഫ് പിന്നെ വിട്ടിട്ട് ജി, EFG. അപ്പൊ ഒന്ന് വിട്ടിട്ടാണ് പോണത്. പിന്നെ രണ്ടാമത്തിന് ഒരു മാറ്റം വരുന്നില്ല, എൽ. അത് അതേപടി എല്ലാറ്റിലും വരും. അപ്പൊ അതിനെ കുറിച്ച് ബേജാറാവണ്ട, പ്രശ്നം നോക്കണ്ട. പിന്നെന്താ? പിന്നെ എഫ് കഴിഞ്ഞിട്ട് ജി കഴിഞ്ഞിട്ട് എച്ച്. 1 ഉം 3
പിന്നെ ഒരു അക്ഷരം വിട്ടിട്ട് അടുത്തേക്ക് പോകണം. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് എല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ILJA. അപ്പൊ ഐ കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഐ കഴിഞ്ഞാൽ ജെ കഴിഞ്ഞിട്ട് കെ കിട്ടണം. അപ്പൊ കെ എന്ന് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് പിന്നെ ആദ്യത്തെ എയും സിയും ഒഴിവാക്കാം. കെ വരുന്ന രണ്ടെണ്ണേ ഉള്ളൂ. അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെയോ പിന്നെ എൽ ഒരു മാറ്റം വരില്ല. രണ്ടാമത്തെ എൽ അതേപടി കിടക്കണം. പിന്നെയോ ജെ ആണ് വരുന്നത്. ജെ കഴിഞ്ഞ കെ കഴിഞ്ഞിട്ട് ഏത് വരണം? എൽ വരണം. പിന്നെ എ അങ്ങനെ. അപ്പൊ KLLA KLLA എന്ന് കിട്ടും. സിമ്പിളായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അടുത്ത കലണ്ടറിന്റെ കണക്കാണ്. കലണ്ടറിന്റെ കണക്കില് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കലണ്ടറിന്റെ കണക്ക്. കലണ്ടറിന്റെ കണക്കില് ഏത് ദിവസമാണ്? ഇതാണ് ചോദ്യം ഇതാണ്. 1985 ഡിസംബർ 25. 1985 ഡിസംബർ 25 എന്നാണ് ബുധനാഴ്ച. ഇനിയോ എന്താ കാണേണ്ടത്? 1988 ജനുവരി 2 കാണും. അപ്പൊ 1985 ജനുവരി 25 കഴിഞ്ഞാൽ ഡിസംബർ 25 കഴിഞ്ഞാൽ ഡിസംബർ 31 എത്ര ദിവസം ഉണ്ട്? 6 ദിവസം ഉണ്ട് അല്ലേ? അവിടെ ഒരു 6 ദിവസം വന്നു. പിന്നെയോ അപ്പൊ 1986 ആയിട്ടോ. 86 എത്ര ദിവസം ഉണ്ട്? 86 അധിവർഷം ഒന്നുമല്ല. അപ്പൊ എത്രയാണ്? 365 ദിവസം. 365 ദിവസം അതിൽ കിട്ടും. 365 കൂട്ടിക്കൊടുക്കണം. 87 87 അത് തന്നെയാണ്. എന്താണ്? അധിവർഷം ഒന്നല്ല, 365. പിന്നെയോ പിന്നെ ജനുവരി 2 2 ദിവസം. അപ്പൊ ഇതെല്ലാവരും കൂട്ടുമ്പോൾ എന്താ വന്നു? 738 ദിവസം എന്ന് കിട്ടും. 738 ദിവസം കിട്ടും. ഇതിനെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 735 ആണെങ്കിൽ നമുക്കത് ഹരിച്ച് പോവുകയായിരുന്നു. 105 ആൻസർ കിട്ടുമായിരുന്നു. അപ്പൊ ബുധനാഴ്ച തന്നെ ആവുകയും. കാരണം സിസ്റ്റം കിട്ടുന്നില്ലെങ്കിൽ ഈ ദിവസം തന്നെ വരും, ബുധനം തന്നെ വരും, ഒരു മാറ്റമില്ല. പിന്നെ സിസ്റ്റം കിട്ടിയാലോ 735 കഴിഞ്ഞാൽ പിന്നെ 3 ഉണ്ട്. 3 സിസ്റ്റം വരുന്നുണ്ട്. 3 സിസ്റ്റം വരുന്നുണ്ട്. കാരണം ദിവസം നീക്കണം. ഏതൊക്കെ നീക്കണം? വ്യാഴം, വെള്ളി, ശനി. വ്യാഴം, വെള്ളി, ശനി. അപ്പൊ ഉത്തരം എത്രയാണ്? ശനി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഇന്ത്യ, രൂപ, ജപ്പാൻ നമുക്കറിയാം. ഏതാ നാണയമാണ്? ഇന്ത്യയുടെ നാണയമാണ് രൂപ, ജപ്പാന്റെ നാണയമാണ് yen. അപ്പൊ yen എന്ന് ആൻസർ കിട്ടും. അടുത്ത കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്ത ആരൊക്കെയാ? 1 ഉണ്ട്, 125 ഉണ്ട്, 36 ഉണ്ട്, 512. ഇതൊക്കെ ക്യൂബുകളാണ്. ഒന്നൊഴികെ. 1 ക്യൂബ് അല്ല, ബാക്കിയുള്ളൊക്കെ ക്യൂബാ. ഏതാ? 1 1ന്റെ ക്യൂബാണ്. 1 × 1 × 1 ആണ്. 125 5 × 5 × 5 ആണ് 125. അപ്പൊ 5ന്റെ ക്യൂബാ. പിന്നെ 512 8 × 8 × 8 8ന്റെ ക്യൂബാണ് 512. പക്ഷെ 36 അല്ല. ആരല്ല? 36 6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്ത ആരാണ്? 36. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത് രാമുവിന് ക്ലാസ്സിൽ 14 റാങ്ക് ഉണ്ട്. 14 റാങ്ക് നിരത്തി നിർത്താൻ വിചാരിച്ചോളൂ. 1 റാങ്ക്, 2 റാങ്ക്, 3 റാങ്ക്, 4 റാങ്ക്, അങ്ങനെ 14ാമത്തെ റാങ്കിലാണ്. 14ാമത്തെ ആളായിട്ട് അവിടെ മൂപ്പരവിടെ നിൽക്കുന്നുണ്ട്. ആകെ 45 കുട്ടികളുണ്ട്. ആകെ 45 കുട്ടികളാണുള്ളത്. എങ്കിൽ അവൻ അവസാനത്തുനിന്ന് ഇങ്ങോട്ട് എണ്ണുകയാണെങ്കിൽ എത്രാമത്തതാണ്? 14 കഴിഞ്ഞാൽ 31 ആൾക്കാർ ബാക്കിലുണ്ട്. ആ 31 ഇങ്ങനെ എണ്ണി 31. പിന്നെ ഈ രാമുവിന്റെയും 31ാമത്തെ ആളല്ലല്ലോ അയാളെ. പിന്നെ ഈ രാമു ആരാണ്? 32ാമത്തെ ആളാണ്. അപ്പൊ അതിന് ആൻസർ 32 എന്നാണ്. അടുത്ത് ശ്രദ്ധിക്കുക. 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. അപ്പൊ എങ്ങനെയാണ് കണക്കെടുക്കുക? ഇപ്പൊ മകന്റെ പ്രായം X ആണെന്ന് കരുതുക. ഇപ്പൊ മകന്റെ പ്രായം X ആണ്. ഇപ്പൊ മകന്റെ പ്രായം X ആണെങ്കിൽ 2 വർഷം മുമ്പ് പിന്നെ മകന്റെ പ്രായം എത്രയാണ്? X - 2 ആണ്.
എക്സ് മൈനസ് 2 ആണ്. അതിൻ്റെ 4 മടങ്ങാണ് അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞാൽ എന്തായി? 4x മൈനസ് 8 അതാണ് അമ്മയുടെ പ്രായം 2 കൊല്ലം മുന്നേ. ഇനിയോ 2 വർഷം കഴിഞ്ഞാൽ, 2 വർഷം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ 2 വർഷം മുമ്പേണത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് കൂടി 2 കൂട്ടണം, പിന്നെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രായം യഥാർത്ഥത്തിൽ എത്രയാണ്? 4x മൈനസ് 6 ആണ്. ഇനി 2 വർഷം കൂടി കഴിയുമ്പോഴോ 4x മൈനസ് 4 എന്നുള്ള ആൻസർ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ഇത് കൂടി ഒരു 4 വർഷം കൂടി കൂടാം. ആദ്യം 2 വർഷം മുമ്പാണ്, ഇപ്പൊ ആകുമ്പോൾ 2 കൂട്ടണം, പിന്നെ 2 വർഷം അങ്ങോട്ട് പോകുമ്പോൾ 2 കൂടി, മൊത്തം 4 കൂട്ടം. 4 കൂട്ടുമ്പോൾ എത്ര വരും? 4x മൈനസ് 4 എന്ന് വരും. അതെന്താണ്? അത് മകന്റെ 3 മടങ്ങാണ്. മകന്റെ പ്രായം ഇപ്പോ എക്സ് ആണ്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞാൽ എന്തായും? എക്സ് പ്ലസ് 2 അതിന്റെ 3 മടങ്ങ്. അപ്പൊ എങ്ങനെ വന്നു? 3x പ്ലസ് 6 എന്ന് വരും. അപ്പൊ 4x മൈനസ് 4 സമം 3x പ്ലസ് 6. അപ്പൊ ഈ എക്സ് ഇങ്ങോട്ടും പോരും, ഈ മൈനസ് 4 അങ്ങോട്ടും പോകും. അപ്പൊ എങ്ങനെ വന്നു? 4x അത് ഇങ്ങോട്ട് വരുമ്പം മൈനസ് 3x. ഇവിടെ 6 ഓൾറെഡി ഉണ്ട്. ഈ മൈനസ് 4 അങ്ങോട്ട് പോകുമ്പോൾ 4. 4x 3x കുറച്ചാൽ x. 6 4 10. അപ്പൊ മോന്റെ പ്രായം ഇപ്പോ 10 വയസ്സാണ്. ഓക്കെ, ആവശ്യമുള്ളവർ അത് എഴുതിയിരിക്കുക. അടുത്തത്, ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്നുള്ളതിന് 2 6 4 3 7 എന്ന് എഴുതിയാൽ, അപ്പൊ ഓരോന്നിനും ഓരോ അക്ഷരത്തിനും ഓരോ നമ്പർ, ഓരോ സംഖ്യ കൊടുത്തിട്ടുണ്ട്. എല്ലിന് 2 ആണ്, ഓയ്ക്ക് 6 ആണ്. ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയോ എഴുതിയാൽ TULSO, ടിക്ക് എന്താ കൊടുക്കുക? നമ്മള് ടിക്ക് ഏതാണ്? 2 6 4 എന്നല്ലേ? 2 6 4. അപ്പൊ ടിക്ക് 4 എന്ന് കൊടുക്കാൻ പറ്റൂ. ടിക്ക് 4 എന്ന് കൊടുത്തു. ഇനിയോ ടിക്ക് 4 കൊടുത്തു. യുവിന് എത്ര കൊടുക്കാം? യുവിന് 3 കൊടുക്കാം. അങ്ങനെയാ വരുന്നത്. 4 3 വരുന്ന ഏതേ ഉള്ളൂ? 4 3 വരുന്നത് സി മാത്രമേ ഉള്ളൂ. ഇനി ഒന്നും ആലോചിക്കാനൊന്നുമില്ല. ഉത്തരം 44 3 2 7 6 അങ്ങനെ തന്നെ വന്നോളൂ. 4 3 2 7 6 അതാണ് അതിന്റെ ഉത്തരം. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേ ഓർഡറിൽ കിട്ടിക്കോളും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് പറഞ്ഞാൽ ഞാനത് റെക്കോർഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും, മാത്സുമായി ബന്ധപ്പെട്ട എന്ത് സഹായത്തിനും എന്നെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.